വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്നൊരു ജേണലാണ് ചെയ്യാൻ പോകുന്നത്. ഞാൻ ഇന്നലെ എൻ്റെ ഒരു ജേണൽ കിറ്റ് അൺബോക്സിങ് ചെയ്തില്ലല്ലോ, അതിൻ്റെ ജേണലാണ് ചെയ്യാൻ പോകുന്നത്. സോ ഞാൻ കുറച്ച് ജേണൽ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം, എന്നിട്ട് ജേണൽ ചെയ്യാം. ഓക്കെ, സോ ഫസ്റ്റ് ഞാൻ ചെയ്തത് ഇതാണ്. പിന്നെ ഞാൻ ചെയ്തത് ഇതാണ്. പിന്നെ ഞാൻ ചെയ്തത് ഇതാണ്. പിന്നെ ഞാൻ ചെയ്തത് ഒരു റൈറ്റിംഗ് പോലെയാണ്. ഇവിടെ കംപ്ലീറ്റ് ചെയ്യേണ്ടത്, അത് ഞാൻ പിന്നെ കംപ്ലീറ്റ് ചെയ്യും. പിന്നെ ഇതുമാണ്, ഇതിൻ്റെ സിസ്റ്റർ ചെയ്തതാണ്, ഞാൻ ചെയ്തത്. അപ്പം നമ്മൾ ഇവിടെയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം എനിക്ക് ഇതേപോലത്തെ പേപ്പേഴ്സ് ഉണ്ട്. പിന്നെ ഇത് ഞാൻ ഉപയോഗിച്ചതാണ് കേട്ടോ. ഇതേപോലത്തെ പേപ്പേഴ്സും ഉണ്ട്. പിന്നെ ഇതേപോലത്തെ പേപ്പേഴ്സും ഉണ്ട്. ഞാൻ ചൂസ് ചെയ്യുന്നത് ഇതേപോലത്തതാണ്, ബാക്ക്ഗ്രൗണ്ടായിട്ട് ഉപയോഗിക്കാൻ. ഓക്കെ, സോ ഞാൻ കുറേ പേപ്പേഴ്സ് ഉണ്ട്, അത് ഞാൻ ഇതാ ചൂസ് ചെയ്ത്. അതിനും ഈ ഭാഗം കീറിയിട്ട് ഇവിടെ ഒട്ടിക്കാം, താഴെ. ഓക്കെ, കീറിയിട്ടുണ്ട്. ഇനി ഞാൻ ഇത് ഇവിടെ ഇങ്ങനെ ഒട്ടിക്കും. അപ്പം അതിൽ ഗ്ലൂ തേച്ചിട്ട്, ബാക്കിൽ ഗ്ലൂ തേച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറേ സാധനം ഉണ്ടായിക്കൊണ്ട് എന്താന്ന് ചെയ്യേണ്ടത് അറിയില്ല. സോ അടുത്ത് നമുക്ക് കുറേ ഇങ്ങനത്തെ കുറേ പിക്ചേഴ്സ് പോലെ ഉണ്ട്. ഇതേപോലെ കുറേ പിക്ചേഴ്സ് ഉണ്ട്. ഇതൊക്കെ ഗ്ലൂ കൊണ്ട് നമുക്ക് ഒട്ടിക്കാൻ പറ്റുന്നതാണ്. സോ യു ക്യാൻ ട്രൈ സ്റ്റിക്കിംഗ് ദിസ്, എനി ഓഫ് ദീസ്. ഇത് കുറേ ഉണ്ട്, നമുക്ക് ഇതേപോലത്തെ 2 ഒട്ടിക്കാം. ആദ്യം ഞാൻ അപ്പോൾ ഇതും കാണുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. ഇതും ഇതിൽ ഫെയറി റിംഗ് അങ്ങനെ എന്തോ എഴുതിയതാണ്. അതും പിന്നെ അല്ല, അത് വേണ്ട, ഈ ഫെയറി റിങ്ങിൻ്റെ വേണ്ട. ഞാൻ ഈ ബട്ടർഫ്ലൈൻ്റെതും പിന്നെ ഈ ഒരു ബട്ടർഫ്ലൈൻ്റെതാണ് ചെയ്യുന്നത്. ഞാനൊരു ബട്ടർഫ്ലൈ തീമിലാണ് പോകുന്നത്.
ഞാൻ ഇന്നലെ കാണിച്ചിരുന്ന എൻവലപ്പിലാണ് ഞാൻ തൊട്ടത്. സോ ക്യാൻ പുട്ട് ഇറ്റ് അഗൈൻ. ഇത് ഇതിലിട്ട് ചില്ലി പോയി പോവാൻ ഇപ്പോൾ ഞാൻ ഇതിലിട്ടേക്കണേ. ഇത് രണ്ടുമാണ് ഞാൻ ഒട്ടിക്കാൻ പോകുന്നത്. അപ്പം ഞാൻ ഇത് ഒട്ടിക്കാൻ പോകുന്നത് ഇങ്ങനെ ആയിരിക്കും ഞാനിത് ഒട്ടിക്കാൻ പോകുന്നത്. ഇങ്ങനെ ഇതിന് ഞാനിവിടെ കുറച്ച് ഗ്യാപ്പ് വിട്ടിക്കണ്. അതിൻ്റെ ഉള്ളിലേക്ക് ഇത് വെച്ചിട്ട് ഒട്ടിക്കും. ഇതിൻ്റെ ബാക്കിൽ ഗ്ലൂ ആക്കിയിട്ട് ഇങ്ങനെ ഒട്ടിക്കും. എന്നിട്ട് ഇങ്ങനെ. ഓക്കെ, ഇനി ഞാൻ ഇത് പിന്നാണ് ഒട്ടിക്കുന്നത്. ഞാൻ ഈ പേജിൽ നിന്ന് തന്നെ ഒരു പീസും കൂടി ഇവിടെ ഒട്ടിക്കാനുണ്ട്. സോ ഇങ്ങനെ അവിടെ ഇങ്ങനെ ഒട്ടിക്കും. ഒന്ന് ഒട്ടിക്കുക. ഇങ്ങനെ. ഓക്കെ, സോ ഇനി നമുക്ക് വേറെ എൻവലപ്പിൽ എനിക്ക് കുറേ ഫോട്ടോസ് കിട്ടിയിരുന്നു. സോ അതിൽ ഇതേപോലത്തെ ഫോട്ടോ ഉണ്ട്, നമുക്ക് കീറാൻ പറ്റിയ. അതിന്ന് ഞാൻ ഈ ഫ്രെയിം മാത്രം എടുക്കും. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഞാൻ ഈ ഫ്രെയിം കാണിച്ചതാണ്. ഇതിൻ്റെ ഉള്ളിലുള്ള ഈ സ്ക്വയർ കാണുന്നുണ്ടോയെന്ന് ചെയ്താൽ ഈ ലൈൻ കൊണ്ട് നമ്മൾ കട്ട് ചെയ്യും. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലുള്ള സ്ക്വയർ എടുക്കും. ഞാൻ ഈ ബോർഡർ പോലത്തെ കാണിച്ചു തരാം. ഈ സാധനം മാത്രം നമുക്ക് മതി. ഇത് വേണ്ട. ഇത് വേണമെങ്കിൽ ഉപയോഗിക്കാം വേറെ ജേണലൊക്കെ ചെയ്യുമ്പോൾ. അങ്ങനെ ഇത് വേറെ ലൈന് കൊടുത്തിക്കണ്. അപ്പോൾ ഇതിങ്ങനെ കീറാൻ ഈസിയാണ്. സിസേഴ്സൊന്നും ആവശ്യമില്ല, കൈകൊണ്ട് ഇങ്ങനെ കീറാൻ. ഇതിങ്ങനെ സെപ്പറേറ്റ് ആയി കിട്ടും. ഞാൻ ഇത് മാത്രമാണ് ഉപയോഗിക്കുന്നത്. ഇത് ഞാൻ ഇങ്ങനെ ആക്കി ഒട്ടിച്ച് ഇത് ഇങ്ങനെ ആക്കിയിട്ട്, കാരണം ഇതെനിക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് വെക്കണം. ഇങ്ങനെ ഉള്ളിലേക്ക് വെച്ചിട്ട് ഇതിങ്ങനെ ആക്കാനുള്ളതാണ്. എന്നിട്ട് ഒട്ടിക്കുക. സോ അങ്ങനെ ചെയ്യട്ടെ. ഇങ്ങനെ ഇത് ഒട്ടിച്ച പോലെ തന്നെ ഇങ്ങനെ. ബുക്ക് കവർ പോയിട്ടില്ല.
ഇനി എനിക്കിതിൽ കുറേ സ്റ്റിക്കേഴ്സ് ഉണ്ട്. അങ്ങനെ കുറേ സ്റ്റിക്കേഴ്സ് ഉണ്ട്. അതിൽ ഏതെങ്കിലും ഒന്ന് എടുത്തിട്ട് ബട്ടർഫ്ലൈസിൻ്റെ എടുത്തിട്ട് ഇവിടെ ഒട്ടിക്കുന്നു ഇതിൻ്റെ ഉള്ളിൽ. എന്തെങ്കിലും കോട്ട് ചിലപ്പോൾ ഞാൻ എന്തേ കോട്ട് ചെയ്തു. ഇനി ഈ സ്റ്റിക്കേഴ്സിൽ ഇങ്ങനെ ഒരു ബട്ടർഫ്ലൈൻ്റെ ഉണ്ട്. അങ്ങനെ കുറച്ച് ബട്ടർഫ്ലൈസിൻ്റെ സ്റ്റിക്കേഴ്സ് ഉണ്ട്. ഇതൊക്കെ ഉണ്ട് ബട്ടർഫ്ലൈസിൻ്റെ സ്റ്റിക്കർ. ഞാൻ കുറച്ചൊക്കെ ഉപയോഗിച്ചതാണ്. ഉണ്ട് കേട്ടോ ബട്ടർഫ്ലൈസ്. സോ ഇതിൽ ഞാൻ ഉപയോഗിക്കാൻ പോകുന്നത് എൻ്റെ ഒരു എസ്തറ്റിക് ഗ്രീൻ വൈബ് അതിനെക്കൊണ്ട് ഇതിന് പറ്റിയൊരു ബട്ടർഫ്ലൈ എന്ന് പറയുമ്പോൾ ഒരു ഇതായിരിക്കും. ഇതും ഇത് മാത്രം, ഇത് വേണ്ട. നമുക്ക് ഇവിടെ ഇങ്ങനെ ഒട്ടിച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഒരു ബട്ടർഫ്ലൈയും കൂടി ഒട്ടിക്കാൻ പോവാണ്. ഒരു സ്റ്റിക്കറും കൂടി ഞാൻ വെച്ച് നോക്കിയിട്ടാട്ടോ ഒട്ടിക്കണേ. അപ്പോൾ രസമുണ്ടോ എന്ന് നോക്കാം. ഞാൻ ഈ ഒരു ബട്ടർഫ്ലൈ ആക്കാം. ഒരു ബ്രൗൺ കളർ ബട്ടർഫ്ലൈ. അതാണ് ഇതിൻ്റെ ഒരു തീമിന് മാച്ചായിട്ട് എനിക്ക് തോന്നുന്നത്. സോ അതിവിടെ ഇങ്ങനെ സ്ലാൻഡിങ് ആയിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ ഒന്നും കൂടി ഒട്ടിക്കാം. ഇതേപോലത്തെ കുറച്ച് സ്റ്റിക്കേഴ്സ് ഉണ്ട്. ബട്ടർഫ്ലൈൻ്റെ തന്നെ കാണുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. ചെറിയ ബട്ടർഫ്ലൈസാണ്. സോ അത് ഞാനിങ്ങനെ ചുറ്റൊട്ടിച്ചെടുക്കുന്നുണ്ട്. 3 എണ്ണം ഇങ്ങനെ അവിടെ ഇവിടെ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഇങ്ങനെ ഒട്ടിച്ചിട്ടുണ്ട്. അത് ഫില്ലായി. ഇനി നമുക്ക് ഇതേപോലത്തെ കുറേ ഉണ്ട്. കുറേ ഉണ്ട്. അപ്പം അതിൽ ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്തിട്ട് അതിനും ഒരു പീസ് തയ്യാർ ചെയ്യാം. ഇതാണ് ഞാൻ ചൂസ് ചെയ്തത്. അപ്പം ഇതിലും ഞാൻ അതിൻ്റെ മുന്നേ നമുക്ക് ഈ ഈ നോട്ട് ഒന്ന് ഒരു ഹാഫാക്കിയിട്ട്
ഒന്ന് കീറട്ടെ. ഓക്കെ, ഞാൻ കീറിയിട്ട് ഇതാ ഇത് ഞാൻ ഇവിടെ ഒട്ടിക്കാൻ പോവാണ്. ഇവിടെ ഇങ്ങനെ ഒട്ടിക്കും, ഇങ്ങനെ. എന്നിട്ട് അതിലെന്തെങ്കിലും കോട്ട് ചെയ്തും കുറച്ച് ബുക്കുമ്മൽ ആക്കി കൊടുത്തിട്ടുണ്ട്. ബ്ലൂ. ഓക്കെ, ഇങ്ങനെ ഒട്ടിച്ചിട്ടുണ്ട്. അതിന്മേൽ ഞാൻ എഴുതാൻ പോകുന്നത് ദ ബട്ടർഫ്ലൈ എഫക്റ്റ് എന്നാണ്. ദ ബട്ടർഫ്ലൈ എഫക്റ്റ്. ബട്ടർഫ്ലൈ എഫക്റ്റ് എന്ന് എഴുതിയിരിക്കുന്നത്. ഇനി അതിൻ്റെ അടുത്ത് ഒരു ചെറിയ ബട്ടർഫ്ലൈ ഒട്ടിച്ചു കൊടുക്കുക, സ്റ്റിക്കർ. വെച്ച് നോക്കാണ് രസം ഉണ്ടാവുമെന്ന്. ബ്ലൂ വേണതാണ്. ഓക്കെ, ഞാൻ ഈ ഒരു സ്റ്റിക്കറാണ് ഒട്ടിക്കാൻ പോകുന്നത്. സോ അത് ഒട്ടിക്കാം. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ ഫില്ല് ചെയ്യാം. അതിന് മുന്നേ നമുക്ക് ഇത് ഇവിടെ എവിടെ ഒട്ടിക്കാം. നോക്കാണ് അവിടെ ഒട്ടിക്കേണ്ടത്. ഇത് ഞാൻ കീറുന്നുണ്ട്, ഇങ്ങനത്തെ ഒരു ഷേപ്പിലേക്ക് ആക്കിയിട്ട്. ഞാൻ ഇത് ഇവിടെ ഇങ്ങനെ ഒട്ടിക്കും. ഞാൻ ഒട്ടിച്ചിട്ടുണ്ട്. അതിൻ്റെ അടുത്ത് ഞാൻ ബട്ടർഫ്ലൈന്ന് എഴുതിയിട്ടുണ്ട്. ഇവിടെ ബട്ടർഫ്ലൈ എഴുതിയിരിക്കണം. ഇനി നമുക്ക് ഇത് ഉപയോഗിക്കണം, ഈ പേപ്പർ ബാക്ക്ഗ്രൗണ്ട്. അതിന് ഞാൻ ഈ പീസാണ് ഉപയോഗിക്കുന്നത്. ഞാൻ ഉപയോഗിച്ചതാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഇത് ഞാൻ ഗൈസ് ഞാൻ ഇത് ഇവിടെ ഇങ്ങനെ ഒട്ടിക്കാൻ പോവാണ്. അവിടെ ഒട്ടിക്കാൻ ഞാൻ
ഞാൻ ഒട്ടിക്കില്ല, ഞാൻ ഏതാണ് ഇവിടെ എഴുതാൻ പോവാണ്. ഞാൻ ഒരു പേപ്പർ ഈ ഒരു പീസ് ഇങ്ങനെ ഒരു പീസ് ഈ ഒരു പീസ് ഇങ്ങനെ ഒട്ടിക്കാൻ പോവാണ്. എന്നിട്ട് ഞാൻ അയിമൽ ഹൗ സ്ട്രേഞ്ച് ടു ഡ്രീം ഓഫ് യു ഈവൻ വെൻ ഐ എം വൈഡ് അവേക്ക് അങ്ങനെ എഴുതാൻ പോവാണ്. ഒന്നുകൂടി പറഞ്ഞതാ, ഹൗ സ്ട്രേഞ്ച് ടു ഡ്രീം ഓഫ് യു ഈവൻ വെൻ ഐ എം വൈഡ് അവേക്ക്. ഞാൻ ഈ പേപ്പറിനുള്ളതാണ് എഴുതാൻ പോവാണ്. ഓക്കെ, ഞാനിവിടെ ഹൗ സ്ട്രേഞ്ച് ടു ഡ്രീം ഓഫ് യു ഈവൻ വെൻ ഐ എം വൈഡ് വേക്ക് എന്ന് എഴുതിക്കണേ. ഇനി നമുക്ക് ഇതെടുത്തിട്ട് ഇങ്ങനെ ഫോറെവർ എഴുതി, ഇങ്ങനെ ഒരു ഫോറെവർന്ന് എഴുതിയെടുത്തിട്ടുണ്ട് എൻ്റെ അടുത്ത്. അത് ഞാൻ ഇവിടെ ഇങ്ങനെ ഒട്ടിക്കാൻ പോവാണ്. ഇങ്ങനെ ഇനി ഒരു സ്റ്റിക്കറായിട്ട് ഞാൻ ഈ ഒരു സ്റ്റിക്കർ ഇവിടെ ഒട്ടിക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ ഈ പേജ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഈ പേജ് ചെയ്യാത്ത നമുക്ക് ഇവിടെ ചെയ്യാം. അവിടെ ഞാൻ വാഷി ടേപ്പ് കൊണ്ട് ഒരു ബോർഡർ ഇങ്ങനെ, ഇവിടെ ഒരു ബോർഡർ ഇങ്ങനെ വാഷി ടേപ്പ് കൊണ്ട് ഇവിടെയും ഒരു ബോർഡർ ഇങ്ങനെ കൊടുക്കാൻ പോവാണ്.
ഓക്കെ, ഇങ്ങനെ ഒരു ബോർഡർ പോലെ കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇവിടെ ഞാൻ ഡ്രീം എ ലിറ്റിൽ ഡ്രീം ഓഫ് മീന്ന് എഴുതാൻ പോവാണ്. ഡ്രീം എ ലിറ്റിൽ ഡ്രീം എ ലിറ്റിൽ ഡ്രീം ഓഫ് മീ. ഒരു ഹാർട്ടും വരയ്ക്കുന്നുണ്ട്. Dream a little dream of me. ഇത് വീണ ഇതാണ്. ഓക്കെ, ഇനി നമുക്ക് എന്താ ചെയ്യാന്ന് മനസ്സിലാവില്ല. ഓർമ്മല്ല എന്താ പഠിക്കാന്ന് കൺഫ്യൂഷൻ. കുറേ സാധനങ്ങളുണ്ടായതിനെക്കൊണ്ട് അങ്ങനെ ഒരു സ്റ്റിക്കർ, ഈ ഒരു സ്റ്റിക്കർ എടുക്കാൻ പോവാണ്. ഈ ഒരു സ്റ്റിക്കർ ഇങ്ങനെ സ്റ്റിക്കർ അങ്ങനെ ഒന്നും എഴുതിയില്ല, പക്ഷെ എഴുതിയ പോലെ ഉണ്ട്. സോ ഇത് അവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഞാൻ ഐ ലവ് സീയിങ് യു ഹാപ്പി എന്ന് എഴുതുന്നുണ്ട്. ഇങ്ങനെ ഐ ലവ് സീയിങ് യു ഹാപ്പി എന്ന് എഴുതിക്കണം. ഇനി ഇവിടെ എന്തെങ്കിലും ചെയ്യാം. അവിടെ ഒരു സ്റ്റിക്കർ തന്നെ ഒട്ടിക്കാൻ പോകണം. പക്ഷേ സ്റ്റിക്കറിൻ്റെ പകരം സ്റ്റിക്കറിന് ഒട്ടിക്കാൻ പറ്റില്ല. ഈ ഒരു സ്റ്റിക്കർ എടുത്തിട്ടുണ്ട്, കുറച്ച് റെക്റ്റാങ്കിൾസുള്ള. അല്ല, അത് വേണ്ട, ഞാൻ ഇതാണ് എടുക്കണേ. ഞാനൊരു ചെറിയ ന്യൂസ് പേപ്പർ പോലെയുള്ള ഇവിടെ ഇങ്ങനെ ഒട്ടിച്ചിരിക്കണേ. ഇവിടെ ഇങ്ങനെ ഒട്ടിച്ചിരിക്കണേ. ഇനി ഈ ബോക്സസ് ഒന്ന് കളർ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഞാനിപ്പോൾ എല്ലാം ചെയ്ത് ഇതും കളർ ചെയ്തതുള്ളൂ. ഞാൻ ചെയ്യണ്ട. ദിസ് ഇസ് വാട്ട് ഐ ജേർണൽഡ് ടുഡേ. ഇതാണ് ഞാൻ ഇപ്പോൾ ജേർണൽ ചെയ്ത്. സ്റ്റിക്കേഴ്സ് ബാക്ക്ഗ്രൗണ്ടൊക്കെ ചെയ്തിട്ടുണ്ട്. ഇങ്ങനത്തെ ഒരു ജേർണലാണ് ഞാൻ ചെയ്ത്. രസം ഉണ്ടോയെന്ന് കമൻസിൽ പറയാം. സോ ബൈ ഗൈസ്.